AD 4-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യന്റെ മതപീഡനകാലത്ത് ജീവിച്ചിരുന്ന ക്രൈസ്തവ വനിതയായിരുന്നു ജൂലിയറ്റ്. അവൾക്കൊരു മകനുണ്ടായിരുന്നു, 3 വയസ്സുകാരനായ കുര്യാക്കോസ്. ആ ചെറുപ്രായത്തിൽ തന്നെ മകനെ ദൈവസ്നേഹത്തിലും ജ്ഞാനത്തിലുമാണ് ജൂലിയറ്റ് വളർത്തിക്കൊണ്ടുവന്നത്. മതപീഡനത്തിന്റെ പേരിൽ ക്രൈസ്തവരുടെ ജീവൻ അപഹരിക്കപ്പെട്ടുകൊണ്ടിരുന്ന കൊടിയ ദുരിതങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്. ക്രൈസ്തവരെ ക്രൂരമായി വേട്ടയാടുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന കാലം. റോമൻ ദൈവങ്ങളെ ആരാധിക്കണം എന്നായിരുന്നു ഡയോക്ലീഷ്യന്റെ ഉത്തരവ്. അനുസരിക്കാത്തവരെല്ലാം വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്നു. മതപീഡകരായ അധികാരികളിൽ നിന്ന് തന്റെയും മകന്റെയും ജീവൻ രക്ഷിക്കാനായി ജൂലിയറ്റ് റോമിൽ നിന്ന് ഒളിച്ചോടി. പേർഷ്യൻ റീജിയനായ സിലൂക്കയിലേക്കും അവിടെ നിന്ന് താർസീസിലേക്കുമായിരുന്നു അമ്മയുടെയും മകന്റെയും യാത്ര. വിശ്വസ്തരായ 2 പരിചാരകരും അവർക്കൊപ്പമുണ്ടായിരുന്നു. പക്ഷേ അലക്സാണ്ടർ എന്ന അധികാരി അവരെ 4 പേരെയും പിടികൂടുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. ജൂലിയറ്റിനെ തൂണിൽ കെട്ടിയിട്ട് പട്ടാളക്കാർ മർദ്ദിച്ചുകൊണ്ടിരുന്നു. അവർക്കൊറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ജൂലിയറ്റ് ക്രിസ്തീയ വിശ്വാസം തള്ളിപ്പറഞ്ഞ് റോമൻ ദൈവത്തെ ആരാധിക്കണം. എന്നാൽ എത്രയധികം മർദ്ദനങ്ങളേറ്റിട്ടും ജൂലിയറ്റ് അതിന് തയ്യാറായില്ല. "ഞാനൊരു ക്രിസ്ത്യാനിയാണ്," ജൂലിയറ്റ് ഓരോ തവണ അടി കിട്ടുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയെ അടിക്കുന്നതും അമ്മ തന്റെ വിശ്വാസം ഉറക്കെ വിളിച്ചു പറയുന്നതും കുര്യാക്കോസ് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് കുര്യാക്കോസും ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ഞാനുമൊരു ക്രിസ്ത്യാനിയാണ്." ശിശുസഹജമായ രീതിയിൽ അലക്സാണ്ടറിനെ നേരിടാനും അങ്ങനെ അമ്മയെ രക്ഷിക്കാനും കുര്യാക്കോസ് ശ്രമിച്ചു. അവൻ അലക്സാണ്ടറിനെ മാന്തുകയും അടിക്കുകയും ചെയ്തു. കോപാകുലനായ അലക്സാണ്ടർ പെട്ടെന്ന് കുര്യാക്കോസിന് നേരെ തിരിഞ്ഞു. കുര്യാക്കോസിനെ കാലിൽ തൂക്കിപ്പിടിച്ച് അലക്സാണ്ടർ വലിച്ചിഴച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോൾ തറയിലിടിച്ചും നടകളിൽ തടഞ്ഞും കുര്യാക്കോസിന്റെ തല പൊട്ടി. രക്തം വാർന്നൊഴുകി. അങ്ങനെ 3-ാം വയസ്സിൽ വിശ്വാസത്തിനു വേണ്ടി കുര്യാക്കോസ് രക്തസാക്ഷിയായി. മതപീഡനത്തിന്റെ ഇരകളായി കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ മൃതശരീരങ്ങൾക്കൊപ്പം കുര്യാക്കോസിന്റെ ദേഹവും വലിച്ചെറിയാൻ അലക്സാണ്ടർ ഉത്തരവിട്ടു. നിഷ്കളങ്കനും ദൈവസ്നേഹിയുമായ തന്റെ മകന് രക്തസാക്ഷിയുടെ മരണം ലഭിച്ചതോർത്ത് ജൂലിയറ്റ് ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ അലക്സാണ്ടർ ജൂലിയറ്റിന്റെ ശിരച്ഛേദം നടത്താൻ ഉത്തരവിട്ടു. ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കണ്ടെത്തിയ ഇരുവരുടെയും മൃതദേഹങ്ങൾ പരിചാരകർ പിന്നീട് സംസ്കരിച്ചു. മതപീഡനം അവസാനിച്ചപ്പോൾ അനേകർ ആ അമ്മയുടെയും മകന്റെയും കബറിടത്തിലെത്തി പ്രാർത്ഥിക്കുവാൻ വന്നു തുടങ്ങി. ഈസ്റ്റേൺ, വെസ്റ്റേൺ, സിറിയൻ സഭകൾ കുര്യാക്കോസിനെ വിശുദ്ധനായി വണങ്ങുന്നു. കുര്യാക്കോസ് സഹദ എന്നാണ് വിശ്വാസികൾ വിളിക്കുന്നത്. കുര്യാക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ എന്നാണ്. സിറിയൻ ഭാഷയിൽ എഴുതപ്പെട്ട രക്തസാക്ഷിത്വ വിവരണങ്ങളിൽ കുര്യാക്കോസിന്റെ വീരോചിതമായ രക്തസാക്ഷിത്വവും വിവരിച്ചിട്ടുണ്ട്. ജൂലൈ 15-നാണ് തിരുനാൾ ആചരിക്കുന്നത്. 4-5 നൂറ്റാണ്ടുകളിൽ കുര്യാക്കോസിന്റെ നാമത്തിൽ നിരവധി ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. ക്നാനായക്കാർ കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറിയപ്പോൾ സ്ഥാപിച്ച 3 ദേവാലയങ്ങളിൽ ഒന്ന് കുര്യാക്കോസിന്റെ നാമത്തിലായിരുന്നു.